ഞാൻ തിരുനെല്ലിയിൽ നിന്ന് ഇപ്പോൾ മാനന്തവാടിയിലെത്തിയിരിക്കുകയാണ്. ഒരു പ്രൈവറ്റ് ബസ്സിലാണ് വന്നത്. അത് ഇതിലെയൊക്കെയോ കറങ്ങി സാധാരണ ഞാൻ അങ്ങോട്ട് 1 മണിക്കൂർ കൊണ്ട് എത്തി. ഇങ്ങോട്ട് 1.5 മണിക്കൂർ തൊട്ട് എടുത്തു. 9 മണിക്ക് ബസ്സിൽ കയറി ഇരുന്നിട്ട് 10:30 മണിയായി പിന്നെ ഇവിടെ എത്തിയത്. പ്രൈവറ്റ് ബസ്സാകുമ്പോൾ അറിയാമല്ലോ, പ്രത്യേകിച്ചും ഒരുപാട് താമസിച്ചാൽ 34 കിലോമീറ്റർ 1.5 മണിക്കൂർ റണ്ണിങ് ടൈം ഉണ്ട്. അതെടുത്തേ അവർ വരുള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ മാനന്തവാടിയുടെ ഒരു ഭൂമിശാസ്ത്രമായിട്ടുള്ള അറിവുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വടക്കായിട്ട് തിരുനെല്ലി പഞ്ചായത്ത്, തെക്ക് കിഴക്ക് ഭാഗത്ത് കബനി നദിയാണ്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് തവിഞ്ഞാൽ എന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അതുപോലെ പുരാതന കാലത്ത് വയനാടിൻ്റെ ആസ്ഥാനമായിരുന്നു മാനന്തവാടി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ജൈനമതത്തിന് നല്ല സ്വാധീനം ഉണ്ടാകുന്നൊരു പ്രദേശം കൂടിയായിരുന്നു മാനന്തവാടി. ഇവിടെ ജൈനമതത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, അനന്തനാഥസ്വാമി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നൊരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടിയിലൊരു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചെമ്പിൽ കൊണ്ട് പണിതീർത്ത ജലധാരാ ഫലകത്തിൻ്റെ അടിയിലായിട്ട് മാനന്തവാടിയെ ഹൊസങ്കടി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ട് ഒരു അങ്ങനെ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ഓരോ മാനന്തവാടിയിൽ തന്നെ ഓരോ സ്ഥലനാമങ്ങളിലും ഈ ജൈനമതത്തിൻ്റെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും പനമരം, സുൽത്താൻ ബത്തേരി അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതേപോലെ തന്നെ ശരിക്കും മാനന്തവാടി എന്നുള്ള പേര് ശരിക്കും മാന എഴുത വാടി എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നും ആണ് ശരിക്കും മാനന്തവാടി എന്നുള്ള പേര് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് മാനന്തവാടിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഏതായാലും മാനന്തവാടി ടൗണിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ഈ മാനന്തവാടിയുടെ അടുത്ത ഇവിടെ എവിടെയോ ഈ ടൗണിൽ തന്നെയാണ് പഴശ്ശിരാജയുടെ കുടീരം എന്നുള്ളത്. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ച് പറയാൻ പറ്റിയത് മെഡിക്കൽ കോളേജിനോട് തൊട്ട് ചേർന്നാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതൊരു മലബാർ ടൗണിനെ പോലെ തന്നെ വളരെ ജനനിബിഡമാണ്. ഇന്ന് പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധി സ്ക്വയറിലൊക്കെ നല്ല തരത്തിലുള്ള തിരക്കുണ്ടെന്നുള്ള റോഡിലും അതുപോലെ ജനങ്ങളുടെ ആണെങ്കിലും നല്ല തിരക്കുണ്ടെന്നുള്ള. പ്രത്യേകിച്ച് ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ടൂറിസ്റ്റുകളും കൂടെ ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഞാൻ ഈ പോരുന്ന വഴിക്കൊക്കെ മിക്കവാറും എല്ലാ ലോഡ്ജിലും ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ മുമ്പിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിരക്ക്, ടൂറിസ്റ്റുകളുടെ തിരക്ക് തന്നെ നല്ല രീതിയിലുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 11:30 മണിയായെങ്കിലും ശരിക്കും നല്ല തണുപ്പാണ് ടൗണിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ 97-ലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇഞ്ചി എടുക്കാനായിട്ട് വണ്ടിയായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും വായിൽ ഒരു കവിള് വെള്ളം ഒഴിക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിലുള്ള അത്രയ്ക്കുള്ള തണുപ്പൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇപ്പോഴും. ശരിക്കും ഇടുക്കിയൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. ഇടുക്കിയിലൊക്കെ ഇപ്പോൾ മൂന്നാറിലൊക്കെ നമ്മളിപ്പോൾ ഈ സമയത്ത് ചെന്നാലും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പോലെ തന്നെയായിരിക്കും. കാര്യം 5000 മീറ്ററോളം ഉയരത്തിലാണ് ഇടുക്കി ഉള്ളതെന്ന് പറഞ്ഞാൽ പോലും ഇത്രയൊന്നും ഒരു തണുപ്പ് നമുക്ക് ഇടുക്കിയിൽ സന്ധ്യ ആവാണ്ട് നമുക്ക് കിട്ടില്ല എന്നുള്ള. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ ഉള്ള തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നല്ല രസമാണ്. അതുകൊണ്ട് ടൗണിൽ കിടന്ന് നടക്കാൻ നമ്മൾ വേർക്കില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വെയിലിൻ്റെ ചൂടറിയില്ല. ശരിക്കും നല്ല വെയിലുമാണ്, നല്ല കത്തിക്കാളുന്ന വെയിലെന്നുള്ള നല്ല നട്ടുച്ച നേരത്തെ ആ ഒരു സെറ്റപ്പിലുള്ള ഇതുണ്ടായെങ്കിൽ പോലും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഏൽക്കണില്ല. ഏതായാലും ഈ റോഡ് ഇവിടെ ക്രോസ് ചെയ്ത് നേരെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പഴശ്ശിരാജയുടെ കുടീരവും അതുപോലെ മെഡിക്കൽ കോളേജ് അതിൻ്റെ മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ന്യായമായിട്ടൊരു കയറ്റമാണ്, നല്ലൊരു കയറ്റം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗവൺമെൻറ് സ്കൂളുകളുടെ കാഴ്ചകളാണ്. അങ്ങനെ കുറച്ചധികം കണ്ടില്ല. ഞാൻ നല്ല രീതിയിലുള്ള കയറ്റം തന്നെ അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു. അടിപൊളിയായിട്ടൊരു സർക്കാർ മെഡിക്കൽ കോളേജ് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇവിടെ പണിത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ആ കെട്ടിടം കാണാനൊക്കെ. ഏതായാലും ഇവിടുന്ന് ഒരു 20 രൂപ പാസ്സാണ്. അപ്പോൾ ആ ഗേറ്റ് കടന്ന് അവിടെ മിക്കവാറും ഒരു കൗണ്ടർ ഉണ്ടാവും. 20 രൂപ പാസ് എന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത്. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു അത്ര വലിയ കാഴ്ചകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ചെറിയ മ്യൂസിയം ഉണ്ടെന്നാണ് എന്നോട് അനുബന്ധിച്ച് അറിഞ്ഞിരുന്നത്. ഏതായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഒരു പാസ് എടുത്തു. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചുള്ളൊരു ചെറിയ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് പട്ടാളം
ശരിക്കും പഴശ്ശി ഒതുക്കാൻ വേണ്ടി തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഒരു അറിവ്. അതേപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പഴശ്ശി രാജയുടെ നിലപാടുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അസ്വസ്ഥരാക്കുകയും TH ബാർബർ എന്ന് പറഞ്ഞ ഒരു ആളെ അവിടെ സബ് കളക്ടറാക്കി നിയമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി അതോടുകൂടി പഴശ്ശിരാജയുടെ ആ ഒരു ശക്തി ക്ഷയിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ പുള്ളി തന്നെ ആ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ശരിക്കും അവരുടെ മതാചാരപ്രകാരം തന്നെ, അതായത് പുള്ളി ബ്രാഹ്മണനായിരുന്നു എന്ന് എനിക്ക് പറയുന്നു, ബ്രാഹ്മണ കാർമ്മികത്വത്തിൽ ആ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തു എന്നുള്ളതാണ് ഒരറിവ്. അതുപോലെ ഞാൻ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ ഓരോ കാഴ്ചകൾ പഴയ രീതിയിലുള്ള അമ്പിൻ്റെയും അമ്പ് വില്ല് ഒക്കെ ഉള്ള ഒരു കാഴ്ചകളാണ്. അതുകൊണ്ട് ചേർന്ന് തന്നെ താഴെയായിട്ടൊരു വാളിൻ്റെ കാഴ്ചകളാണ്. കണ്ടോ, അമ്പും വില്ലും ഒക്കെ ഇത് കണ്ടോ. അതുപോലെ താഴെയായിട്ട് മിക്കവാറും ഇതിൽ പ്രത്യേകത എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ല് ശരിക്കും ഒരു ഇല്ലി എന്ന് പറയുന്ന മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുപോലെ പഴയ കാലത്തെ ആ സമയത്തെ വീടുകളുടെയും ഗ്രഹോപകരണങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിൽ അധികമായിട്ടും ഉള്ളത്. അതുപോലെ ഒരു സാധാരണ ആ സമയത്തെ പഴശ്ശിരാജയുടെ ഒക്കെ സമയത്തെ ഒരു കാഴ്ചകളാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് പഴയ രീതിയിലുള്ള ഒരു ആ സമയത്തെ ഒരു, എനിക്ക് തോന്നുന്നു ആദിവാസി കുടിലിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഇവിടെ. അത്ര വലിയ ഇതൊന്നുമല്ല, വലുതായിട്ടൊന്നുമല്ല, എന്നാലും ആ ഒരു സ്ഥലത്ത് ഒരു റൂമിൽ ആ ഒരു ചെറിയൊരു സ്ഥലത്ത് വെക്കാൻ പാകത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തിരികല്ല്, മരം കൊണ്ടുള്ള ഉരൽ, അങ്ങനെയുള്ള കുറേ നിർമ്മിതികൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതേപോലെ പഴയ മുറങ്ങൾ, കൊട്ട, മുറം, അതുപോലെ വട്ടികൾ, അതൊക്കെ ഉണ്ടാക്കി ശരിക്കും അതിനോട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടും ഒക്കെ ആയിരുന്നു അത് ശരിക്കും ആ ഒരു വീടുകളൊക്കെ മേഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ. അതേപോലെ തന്നെ ആ പഴയ ഗൃഹോപകരണങ്ങൾ, അപ്പക്കാര, അതിൻ്റെയൊക്കെ. അതുപോലെ ഇതാ ചാറകളം എന്നാണ് ഈ പറഞ്ഞ മൺഭരണികൾക്ക് പറയുന്നത്. ഇതിലൊക്കെയാണ് ശരിക്കും നമ്മൾ ആ സമയത്ത് ഉപ്പിലിടുക എന്ന് പറഞ്ഞില്ലേ, അത് മാങ്ങ ഉപ്പിലിട്ടുള്ള അല്ലെങ്കിൽ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. അതേപോലെ അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ 2-3 സ്ഥലത്ത് ഞാൻ കയറി വന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു 3-4 ചരിത്ര വസ്തുക്കൾ എഴുതി വെച്ച കുറേ കാര്യങ്ങളൊക്കെ എഴുതി ഇതുപോലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് താല്പര്യമുള്ളവരൊക്കെ അവിടെ നിന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് പഴയ ചാറകളായിരിക്കും, മൺഭരണികളായിരിക്കും കാണുന്നത്. ചാറാന്നാട്ടോ ശരിക്കും ആ ഒരു ഭരണികൾക്ക് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കാണുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പഴയ ഒരു കാഴ്ചയാണ്. അതാണ് ഞാൻ പോയപ്പോഴും ആ ഒരു ഭാഗങ്ങൾ അടിയിലായിക്കൊണ്ട് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുനെല്ലിയിൽ. ഞാനിപ്പോൾ തിരുനെല്ലി ജസ്റ്റ് പോയിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്നുള്ള വീണ്ടും ആ ഒരു സമയത്തെ ടിപ്പു സുൽത്താൻ്റെ അല്ലെങ്കിൽ ആ പഴശ്ശിരാജയുടെയൊക്കെ കാലത്തെ ചരിത്രങ്ങളുടെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇവിടെ അധികവും ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. ഇനി കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് കാര്യമായിട്ടുള്ള അത്ര വലിയ ഇതായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ല എന്ന് അതിന് ചെറിയ ഒരു നിർമ്മിതിയായിട്ട് തന്നെ അവിടെ ഈ ഒരു മ്യൂസിയം ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതുപോലെ അവിടെയൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറേ നാണയങ്ങളുടെ കാഴ്ചകളാണ്. ആ സമയത്തുണ്ടായിരുന്ന കുറേ നാണയങ്ങളുടെ കാഴ്ചകളാണിത്. അതായത് ഈസ്റ്റ് തിരുവനന്തപുരം, വടക്കൻ തിരുവിതാംകൂർ, കണ്ണൂർ ഭാഗത്തെ, തിരുവിതാംകൂർ ഭാഗത്തെ ഒക്കെ നാണയങ്ങളുടെ ഭാഗങ്ങൾ. തിരുവിതാംകൂർ ഭാഗത്തെ നാണയങ്ങളിലാണ് ഈ കാണുന്നത്. അതുപോലെ കണ്ണൂർ ഭാഗത്തെയും മലബാർ ഭാഗത്തെയും കൊച്ചിയുടെ ഭാഗത്തെയൊക്കെ വേറെ നാണയങ്ങൾ ഇഷ്ടം പോലെ അവിടെ കുറേ നാണയങ്ങൾ ആ സമയത്തെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പം ഞാനേതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത്രയൊക്കെ ഉള്ളൂ.